അറിയിക്കുന്നു. यीशु मसीह के प्यारे नाम में मेरे बातों को सुनने वाले हर एक भाई बहनों को यीशु मसीह के नाम पे मेरा प्रेम का वंदन देता हूँ. IPC ഹെബ്രോൻ ഗാന്ധിധാമിലുള്ള ഈ ചർച്ചിൽ ഞങ്ങൾക്കും ഈ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. IPC हेब्रोन गांधीधाम में रहने वाली इस कलीसिया के साथ जुड़कर परमेश्वर की महिमा करने के लिए परमेश्वर ने हमारे जिंदगी में भी इस प्रकार मौका दिया, इसलिए मैं परमेश्वर को धन्यवाद करता हूँ. അവിടുത്തെ ശുശ്രൂഷകൾക്ക് സ്തുത്യർഹമായ നേതൃത്വം നയിക്കുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിയോഗിച്ചാക്കി വെച്ചിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സുരേഷ് എസ്, തന്റെ കുടുംബം, തന്നോട് കൂടെ ശുശ്രൂഷിക്കുന്ന സഹ ശുശ്രൂഷകന്മാർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് വന്ദനങ്ങളെ അറിയിക്കുന്നു. वहाँ के सेवकाई को नेतृत्व करने के लिए पवित्र आत्मा ने रखा हुआ परमेश्वर का सेवक पास्टर सुरेश और उनके परिवार को और उनके संगी सारे सदस्यों को यीशु मसीह के नाम पे मेरा प्रेम का वंदन देता हूँ. വളരെ കാലേ കൂട്ടി ഇന്നത്തെ ദിവസത്തെ മീറ്റിംഗിനെ പറ്റി ഞങ്ങളോട് സംസാരിക്കുവാനിടയായി. ഞങ്ങളെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചതിൽ നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നമ്മൾ ആയിരിക്കാൻ പോകുകയാണ്. और अनेक समय के बाद फिर इस मीटिंग के बारे में हमको बताया था और इस प्रकार हमें निमंत्रण दिया, इसलिए हम आपको फिर एक बार धन्यवाद करते हैं. और कुछ समय आगे के समय हम परमेश्वर के वचन के साथ बैठने जा रहे हैं. നിങ്ങൾ കർത്താവിന്റെ ദാസനിൽ നിന്ന് കേട്ടതുപോലെ ഞങ്ങൾ എറണാകുളത്ത് കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ഏകദേശം 4-ൽ പരം വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സഭാ ശുശ്രൂഷയുണ്ട്. സ്മാർട്ട് സിറ്റി ചർച്ച് എന്ന പേരിനാൽ അറിയപ്പെടുന്ന ചർച്ചിൽ ശുശ്രൂഷിക്കുന്നു. ഇംഗ്ലീഷ് സർവീസ്, മലയാളം സർവീസ് ഉണ്ട്. കൂടുതലും യങ്സ്റ്റേഴ്സ് ആണ് ഇവിടെ കടന്നു വരുന്നത്. ഞാനും വൈഫും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കർത്താവിന്റെ വേല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. और हम एर्नाकुलम के शहर के नजदीक स्मार्ट सिटी में परमेश्वर की सेवकाई में कलीसिया की सेवकाई के साथ हम आगे बढ़ रहे हैं. हमारा नौकरी था, हम उस नौकरी को छोड़कर यहाँ आकर परमेश्वर के उस पुकार के अनुसार, बुलावट के अनुसार हम यहाँ आए और उसके सेवकाई में लगे हैं. आप सबकी प्रार्थना हमारी सेवकाई के लिए हम मांग रहे हैं. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മൂത്തയാൾക്ക് 9 വയസ്സ്, രണ്ടാമത്തെ ആള് 1.5 വയസ്സ്. ആ കുഞ്ഞുങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണം. ഇന്ന് ആശമ രണ്ടാമത്തെ ആളിനെ ഉറക്കാനായിട്ടൊന്ന് കിടത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകത്ത് ഈ മീറ്റിംഗിനകത്ത് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അവരെ ഓർത്തും നിങ്ങളുടെ പ്രാർത്ഥന ക്ഷണിക്കുന്നു. परमेश्वर ने हमें 2 बच्चे दिया है. पहला 9 साल का है और दूसरा 1.5 साल का है. आसमा ने उन्हें सुलाने के लिए, दूसरे वाले बेटे को सुलाने के लिए गया है. कुछ समय के बाद इस मीटिंग में वो भी जुड़ेगी. വളരെ നന്നായിട്ട് ഹിന്ദിയിലേക്ക് ഈ മാധ്യമത്തിൽ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, തന്റെ കുടുംബത്തെയും ശുശ്രൂഷയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. खास करके मेरे बातों को तर्जुमा करने वाले प्यारे भाई को भी परमेश्वर आशीष दे, उनके परिवार को भी परमेश्वर आशीष दे. സുരേഷ് പാസ്റ്റർ ഈ സ്ഥലത്ത് ശുശ്രൂഷിക്കുന്നല്ലോ. ദൈവത്തിന്റെ ഒരു വലിയ വിളിയും നിയോഗവുമാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ട്, കർത്താവെ എന്നെ കൊണ്ടൊക്കെ ഇങ്ങനെ ഈ സ്ഥലത്തൊക്കെ പോയി ശുശ്രൂഷിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. എന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിലും മനോഭാവത്തിലും അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന്റെ ഒരു പ്രത്യേക വിളി സുരേഷ് പാസ്റ്റർക്ക് ലഭിച്ചല്ലോ. കർത്താവ് ധാരാളം പ്രതിഫലത്താൽ നിറയ്ക്കട്ടെ, ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കട്ടെ, തന്റെ വേലയെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. इस जगहों में जाकर परमेश्वर के सेवकाई में पास्टर सुरेश लगे हैं. परमेश्वर की वो खास बुलावट और नियुक्ति के लिए मैं परमेश्वर को धन्यवाद करता हूँ. मैं अपने बारे में सोचता हूँ, अगर परमेश्वर इस प्रकार की जगहों में मुझे भेजे तो मेरे मनोभावना और कल्पना इस प्रकार है कि मेरे को जाने में तकलीफ और मुसीबत होगी, मगर उन सबको पार करते हुए, परमेश्वर की उस बुलावट को स्वीकार करते हुए उन जगहों में परमेश्वर ने रखा है. अपने दासों के प्रति मैं परमेश्वर को धन्यवाद करता हूँ. आगे की और वचन की सेवकाई के लिए हम जाएंगे. ഞാൻ വളരെ ലളിതമായിട്ടാണ് തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്റെ ജീവിതാനുഭവങ്ങൾ എന്തെങ്കിലും പറയാൻ നിയോഗമുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും നിങ്ങളുടെ സഭയോടും നമ്മുടെ ഈ രാജ്യത്തോടും ദൈവാത്മാവ് ഈ വചനത്തിൽ കൂടെ സംസാരിക്കും. നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമുക്ക് ലഭിക്കും. നിങ്ങൾ കടന്നുപോയ വഴികളും ഇനിയും കടന്നു പോകാനുള്ള വഴികളും ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയും പരിശുദ്ധാത്മാവ് സംസാരിക്കും. വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടെ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആ മനോഭാവത്തോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. आज की शाम के समय बड़ी सरल रीति से मैं परमेश्वर के वचन को आपके बीच में रखना चाहूंगा.
परमेश्वर आपके जिंदगी में, आपके व्यक्तित्व जिंदगी में, पारिवारिक जिंदगी में और कलीसिया से परमेश्वर आज संदेश देने पहुंचाने वाला है। और बड़ी ध्यानपूर्वक ये परमेश्वर मुझसे बात करे करके उस मन भावना के साथ हम बैठेंगे तो परमेश्वर हमारे बीते हुए कल, हमारे आज के और भविष्य के बातों के बारे में परमेश्वर बड़े स्पष्ट रीति से हमसे व्यवहार करेगा। പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ തന്ന ഒരു വചനം ചില മാസങ്ങൾക്ക് മുമ്പേ ദൈവാത്മാവ് എന്റെ ഉള്ളിൽ നൽകി. പലയിടങ്ങളിൽ ഞാനിത് ഓരോ രീതിയിൽ നിയോഗമനുസരിച്ച് ശുശ്രൂഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൽ എനിക്ക് ഇതേ വചനം തന്നെയാണ് നിയോഗമുള്ളത്. അതുകൊണ്ട് ബൈബിൾ കൈവശമുള്ളവർ ദയവായിട്ട് അതൊന്ന് തുറന്നാട്ടെ. പുതിയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട ലേഖനമായ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ഞാൻ ഇവിടെ അത് മലയാളത്തിൽ വായിച്ചു കേൾപ്പിക്കാം, ഹിന്ദിയിലും കർത്താവിന്റെ ദാസൻ വായിച്ചു കേൾപ്പിക്കും. 1 Corinthians chapter 10 verses 13. എല്ലാവരും വേദപുസ്തകം കൈവശമുള്ളവരൊക്കെ ആ വചനം ഒന്ന് തുറന്നാട്ടെ. पहले कुरिन्थियों की पत्री 10वीं अध्याय उसकी 13वीं वचन हम ध्यान से पढ़ेंगे. അത് ഞാനിവിടെ മലയാളത്തിൽ വായിക്കുന്നു. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. तुम किसी ऐसी परीक्षा में नहीं पड़े जो मनुष्य के सहने से बाहर है, और परमेश्वर सच्चा है, वह तुम्हें सामर्थ्य से बाहर परीक्षा में ना पड़ने देगा, वरन परीक्षा के साथ निकास भी करेगा कि तुम सह सको. കുറച്ചുകൂടെ നല്ല ഭാഷയിൽ ആ വചനം വായിക്കാമെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഞാൻ പറയുന്ന വാക്കുകൾ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോണം. ഈ പ്രസംഗം തീരുന്നത് വരെയും ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇതിനകത്തൂടെയാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോകുന്നത്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ. പരീക്ഷ എന്ന പദത്തിനേക്കാളും കുറച്ചുകൂടെ നല്ലത് പരിശോധന എന്ന പദമാണ്. ഇംഗ്ലീഷിൽ ടെസ്റ്റ് എന്ന് പറയും. ടെസ്റ്റ്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരിശോധന നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരിശോധന നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരിശോധനയോടുകൂടെ അവൻ പോക്കുവഴി ഉണ്ടാക്കും. അടുത്ത രണ്ടാമത്തെ പദം ഓർക്കേണ്ടത് പോക്കുവഴി. ഇംഗ്ലീഷിൽ വേ ഓഫ് എസ്കേപ്പ്, ദ വേ ഔട്ട്, പോക്കുവഴി. ഈ രണ്ട് പദങ്ങൾ നമ്മുടെ മനസ്സിൽ ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഉടനീളം ഉണ്ടായിരിക്കണം. ഒന്ന് പരിശോധന, രണ്ട് പോക്കുവഴി. और इस वचन को हम और थोड़ा सरल रीति से इस प्रकार उस शब्दों को लगाकर हम पढ़ेंगे. तुम किसी ऐसी शोधना में नहीं पड़े जो मनुष्य के सहने से बाहर है, और परमेश्वर सच्चा है, वह तुम्हें सामर्थ्य से बाहर शोधना में ना पड़ने देगा, वरन शोधना के साथ निकास, जो दूसरा शब्द है निकास को हम ध्यान देंगे, भी करेगा कि तुम सह सको. ഞാൻ ഈ പ്രസംഗം അതിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് പറയട്ടെ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ശോധനയ്ക്കകത്തൂടെ, പരിശോധനയ്ക്കകത്തൂടെ, ടെസ്റ്റിനകത്തൂടെ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീക്കകത്തൂടെ മനസ്സ് ഉരുകുന്നത് പോലെ, മനസ്സൊരു നെരിപ്പോട് പോലെ തകർന്ന് തരിപ്പണമായി, കുടുംബത്തിന്റെ പ്രശ്നങ്ങളായിരിക്കാം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, നിങ്ങളുടെ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ വലിയൊരു ഭാരവുമായിട്ടാണോ ഈ മീറ്റിംഗിൽ വചനം കേൾക്കുവാൻ വന്നിരിക്കുന്നത്? നിങ്ങളോടാണ് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. आज शाम के समय सभा में जुड़े हुए हर एक जनों के बीच में से कुछ लोग जो ऐसे हैं जो टूटे हुए अवस्था में है, पिसे हुए अवस्था में है, और आर्थिक तंगी महसूस कर रहे होंगे, और पारिवारिक समस्याओं के बीच में से इस प्रकार दिन काट रहे होंगे. अगर इस प्रकार की बड़ी दर्द और बोझ के साथ, पिसे हुए और टूटे हुए अवस्था के साथ कोई भी अगर आज शाम को जुड़ा है, तो उनसे पवित्र आत्मा बड़ी साफ रीति से आज शाम को बात कर रही है. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ പറയുന്ന ചില വാക്കുകൾ ഞാൻ അതേപടി എടുത്തു പറയുകയാണ്. ഇതിനകത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ ഇന്നലെ രാത്രിയിലും നിങ്ങളുടെ കിടക്കയിൽ കണ്ണുനീരൊഴുക്കി കരഞ്ഞ്, ബാത്റൂമിനകത്തൊക്കെ കയറി കരഞ്ഞ്, ചങ്കത്ത് കൈവച്ച് ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി തീരും, ആരോടും പറയാൻ മേലാത്ത, ഹൃദയം നുറുങ്ങി മനസ്സ് തകർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ പരിശോധനയിൽ കൂടെയാണോ പോകുന്നത്? ഒരു കാര്യം ഞാൻ ഉറപ്പുവരുത്താം, ഈ പരിശോധനയിൽ നിങ്ങൾ തകർന്നു പോകത്തില്ല. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വെളിയിൽ വരും.
और आज शाम के समय पवित्र आत्मा जो बातें मुझे साफ रीति से बता रहा है, दिखा रहा है, वो बड़ी स्पष्टता के साथ मैं आपके बीच में रखना चाहता हूँ। मुझे पवित्र आत्मा इस प्रकार बता रहे हैं कि पिछले रात को भी अपने बिछौने में लेटते समय आंसू को बहाकर इस प्रकार अपने तकिए को आंसू के साथ गीला करते हुए उस प्रकार की दर्द की अवस्था में अपने इस प्रकार कमरे में रोते हुए, इस प्रकार छाती पीटते हुए, इस प्रकार दर्द के साथ मैं किस प्रकार आगे बढ़ूंगा, मेरे बच्चों के भविष्य क्या होगा, मेरे परिवार का प्रकार किस प्रकार आगे बढ़ेंगे करके विचार करने वालों को मैं एक संदेश देता हूं कि आप इस समस्या के बीच में नाश नहीं होगे, आप इसमें से उभरते हुए बाहर आओगे। मैं हियाव के साथ कहता हूं कि आप इसके अंदर से बाहर आ पाओगे। ദൈവം നമ്മളെ പരിശോധിക്കും, പക്ഷെ പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കും. In English, if I say like this, God will test you and Satan will tempt you. मैं इस प्रकार कहता हूं कि परमेश्वर हमारा परीक्षा लेता है, मगर शैतान जो है वो हमें प्रलोभन में गिराने की कोशिश करता है। നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പോകുന്ന ഈ പ്രശ്നം ഇത് ദൈവം നമ്മളെ പരിശോധിക്കുന്നതാണോ പിശാചിന്റെ പ്രലോഭനമാണോ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. इस बात को हमें बड़ी साफ रीति से समझना है कि जो हम सामना करने वाले समस्या जो है वो परमेश्वर की ओर से एक परीक्षा है या शैतान की ओर से एक प्रलोभन है या लोभ की अवस्था है। ദൈവം നമ്മളെ പരിശോധിക്കുന്ന ചില സമയങ്ങളുണ്ട്, അത് ശാസിച്ചത് കൊണ്ട് മാറത്തില്ല കേട്ടോ. പ്രവാചകന്മാരെ വിളിച്ചു വരുത്തിയത് കൊണ്ടോ ഉപവാസ പ്രാർത്ഥന നടത്തിയത് കൊണ്ടോ ഒന്നും ദൈവം പരിശോധിക്കുന്ന പരിശോധന മാറിപ്പോകാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പരിശോധന ആ ടെസ്റ്റ് കഴിയുമ്പോഴേ അതിന്റെ റിസൾട്ട് വന്നിട്ടേ ദൈവം ആ പരിശോധനയിൽ നിന്ന് പിന്മാറത്തുള്ളൂ. और जब परमेश्वर हमें परीक्षा लेता है तब उस जो परीक्षा है, उस जो तकलीफ की अवस्था है, वो हमारे प्रार्थना या उपवास की सभाएं या इस प्रकार नबियों को बुलाकर प्रार्थना करने से हटने वाला नहीं है। परमेश्वर की जो परीक्षा है उसके उत्तर और उसका जवाब मिलने तक हमें उस परीक्षा को सहन करना पड़ेगा। നമ്മൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രസംഗ ശുശ്രൂഷയിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത് പിശാചിന്റെ പ്രലോഭനം, രണ്ടാമത് ദൈവത്തിന്റെ പരിശോധന, മൂന്നാമത് പോക്കുവഴി. ഈ 3 കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പ്രസംഗം ഇവിടെ അവസാനിക്കും. और हम आज की शाम के इस प्रचार के द्वारा हम बताएंगे, ये तीनों बातें कहने के बाद हमारा प्रचार का विषय खत्म हो जाएगा। पहला है शैतान का प्रलोभन, दूसरा परमेश्वर का परीक्षा और तीसरा निकास की रास्ता। വളരെ ശ്രദ്ധിച്ചു കേട്ടാട്ടെ. ഒന്നാമതായിട്ട് നമ്മൾ പിശാചിന്റെ പ്രലോഭനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. हम सबसे पहले शैतान की प्रलोभन के विषय में प्रवेश कर रहे हैं। നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കർത്താവായ യേശു ക്രിസ്തു യോർദാനിൽ സ്നാനപ്പെട്ടിട്ട് നേരെ മരുഭൂമിയിലേക്ക് പോയി. എന്തിനാ പോയെന്നറിയാമോ? ഉപവസിച്ചു പ്രാർത്ഥിക്കുവാൻ. हम सब जानते हैं कि यीशु मसीह ने यूहन्ना बपतिस्मा देने वाले के नीचे बपतिस्मा लेकर सीधे जंगल की ओर गया। क्यों गया? क्योंकि उपवास करके प्रार्थना करने के लिए गया। അവിടെ ഏകദേശം 40 ദിവസം യേശു ക്രിസ്തു ഉപവസിച്ചു പ്രാർത്ഥിച്ചു. हम देखते हैं कि यीशु मसीह करीबन 40 दिन तक उपवास और प्रार्थना में लगे रहा। ഒന്ന് ഞാൻ അവിടെ ഒരു നിമിഷം ഞാൻ നിന്നൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണല്ലോ. കർത്താവായ യേശു ക്രിസ്തു ഞാൻ 40 ദിവസം ഉപവസിക്കാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ടല്ല അങ്ങോട്ട് പോയത്. തന്റെ ഉപവാസമൊക്കെ കഴിഞ്ഞപ്പോ 40 ദിവസമായി. और एक उपवास की सभा है, उसके बीच में एक बात आपको मैं कहता हूं कि यीशु मसीह ने मैं 40 दिन के उपवास के लिए जा रहा हूं करके कहते हुए वहां नहीं गया। यीशु मसीह प्रार्थना के लिए गया और जब लौट आया तो 40 दिन के बाद आया। മോശ പർവ്വതത്തിൽ കയറിപ്പോയത് ഞാൻ 40 ദിവസം ഉപവസിച്ചിട്ട് തരുന്ന അല്ലെങ്കിൽ ദൈവത്തോട് ഒരുമിച്ച് വസിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ടല്ല പോയത്. മോശ പർവ്വതത്തിൽ പോയി ദൈവത്തോട് സംസർഗം പുലർത്തി. അതെല്ലാം കഴിഞ്ഞപ്പോൾ 40 ദിവസമായി എന്നുള്ളതാണ് സത്യം. और मूसा इस प्रकार पहाड़ के ऊपर गया, परमेश्वर के साथ संगति बिठाने के लिए वो गया। 40 दिन के गिनती के हिसाब से नहीं गया, मगर जब संगति पाकर परमेश्वर के संदेश पाकर जब वो लौटा तब 40 दिन बीत गया। ദാനിയേല് ഞാൻ 21 ദിവസം ഉപവസിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടല്ല ഉപവാസത്തിന് ഇരുന്നത്.
സത്യത്തിൽ ദാനിയേലിന്റെ ഉപവാസത്തിന്റെ ഒന്നാമത്തെ ദിവസം തന്നെ സ്വർഗത്തിൽ നിന്നും മറുപടി അയച്ചു. തന്റെ മറുപടി പാഴ്സി പ്രഭു തടഞ്ഞു വെച്ചു. 21 ദിവസം ദൈവം ദാനിയേല് പ്രാർത്ഥന നിർത്താഞ്ഞത് കൊണ്ട് മീഖായേലിനെ അയച്ച് പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്ത് തന്റെ മറുപടി കയ്യിൽ കിട്ടിയപ്പോൾ 21 ദിവസമായി. അപ്പോൾ തൻ പ്രാർത്ഥന നിർത്തി. അതാണ് സത്യം. दानियल के बारे में हम जानते हैं कि उन्होंने कभी बोला नहीं कि मैं 21 दिन की प्रार्थना में बैठने जा रहा हूं. पहले दिन की प्रार्थना के बाद ही परमेश्वर ने उसके प्रार्थना का उत्तर भेज दिया था, मगर उस उत्तर को 21 दिन तक उस पारसी के प्रभु ने रोक कर रखा था. और परमेश्वर और दानियल इस प्रकार लगातार प्रार्थना करने के वजह से परमेश्वर ने अपने प्रधान दूत मिखाइल को भेजकर उस प्रार्थना के उत्तर को दानियल तक पहुंचाता है. उसके लिए 21 दिन लग गया. പക്ഷെ നമുക്ക് പറ്റുന്ന പ്രശ്നം, നമുക്ക് ഉത്തരം ലഭിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ തീരുമാനിച്ചേക്കുന്ന 21 ആണെങ്കിൽ 21 അന്ന് നമ്മൾ പ്രാർത്ഥന നിർത്തും. പേഴ്സണൽ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. हम इस प्रकार निर्णय करते हैं कि हम अगर 21 दिन अगर निर्णय करते हैं तो 21 दिन का उपवास बैठते हैं, भले हमें उत्तर मिला या नहीं मिला, हम 21 दिन या 7 दिन या जितने भी दिन हम निर्णय लेते हैं उतने दिन हम खत्म करके लौट जाते हैं. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു ഉപവാസം കഴിഞ്ഞപ്പോൾ 40 ദിവസമായി. और हम देखते हैं कि यीशु मसीह का प्रार्थना खत्म हुआ तब 40 दिन हो गया. ആ സമയത്ത് സാത്താൻ അവന്റെ അടുത്ത് വന്നു. उस समय में शैतान उसके नजदीक आया. അവിടെയും ഞാൻ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. वहां भी एक बात को मैं आपके बीच में रखना चाहता हूं. ഉപവാസം എന്ന് പറയുന്നത് പിശാചിനെ അകറ്റി നിർത്തുന്ന ഒരു പരിപാടിയല്ല, പിശാചിന് അടുത്തു വരാനായിട്ടുള്ള ഒരു വഴിയാണ് ഉപവാസം. उपवास जो है वो शैतान से दूर जाने की एक उपाय नहीं है, मगर उपवास की वजह से शैतान और नजदीक आता है. ഉപവാസം ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു നിരാഹാര സത്യാഗ്രഹമല്ല, മറിച്ച് ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു പ്രക്രിയയാണ് ഉപവാസം. उपवास जो बात है वो ऐसे क्रिया नहीं है जो परमेश्वर के सामने हम भूखे रहकर हड़ताल में बैठे हैं, मगर हम इस प्रकार परमेश्वर के साथ और नजदीक उसकी उपस्थिति को महसूस करने वाली एक प्रक्रिया है. നമ്മുടെ ഒരു ഭൗതിക കാര്യം നേടുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു മേടിക്കുന്ന ഒരു പരിപാടി അല്ല വേദപുസ്തകത്തിലെ ഉപവാസം, മറിച്ച് നമ്മുടെ അകത്തെ മനുഷ്യൻ, ആത്മീക മനുഷ്യൻ മേൽക്കുമേൽ ശക്തിപ്പെടാനും അത് ദൈവത്തോട് കൂടുതൽ അടുക്കാനുമുള്ള ഒരു പ്രത്യേക സന്ദർഭമാണ് ഉപവാസ പ്രാർത്ഥന. हमारे भौतिक आवश्यकताओं को परमेश्वर से बताकर हम उपवास में बैठकर किसी भी प्रकार उस बातों को हासिल करने के लिए उपवास नहीं रखी गई है, मगर परमेश्वर के वचन के अनुसार जो उपवास है वो हमारे आत्मिक मनुष्य परमेश्वर के साथ और गहरा संबंध को बना रखे और उसके उस बातों को, भावनाओं को पहचान कर उसके साथ एक गहरे रिश्ते में जाने के लिए उपवास रखी गई है. ചില സഹോദരിമാര് ഭർത്താവോ ഒന്നോ രണ്ടോ വാക്കിലൊന്ന് ദേഷ്യപ്പെട്ടാൽ അന്നേരം പിറ്റേ ദിവസം ഉപവാസം പ്രഖ്യാപിക്കുന്ന സഹോദരിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. कुछ बहनों को मैं जानता हूं, जब पति उनसे क्रोध होकर बात करते हैं तो तुरंत दूसरे दिन से वे उपवास के ऐलान करते हैं. എന്തെങ്കിലും ഒരു മനസ്സിനൊരു പ്രയാസം ഉണ്ടായ ഉടനെ ഉപവാസം പ്രഖ്യാപിക്കുന്ന സഹോദരന്മാരെ കണ്ടിട്ടുണ്ട്. അവർ ഉപവാസം പറഞ്ഞ് ജോലിക്ക് പോകും, പ്രാർത്ഥിക്കത്തില്ല. और कुछ भी मन में इस प्रकार निराश की अवस्था आता है तो कुछ भाई लोग को मैंने देखा है जो उस निराश अवस्था में उपवास का ऐलान कर देते हैं और अपने नौकरियों में और दफ्तरों में चले जाते हैं, मगर वे प्रार्थना नहीं करते हैं. പിശാചിനെ പേടിച്ചിട്ട് ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്. शैतान से डर कर उपवास करने वाले लोगों को भी मैंने देखा है. പക്ഷെ യഥാർത്ഥ ഉപവാസത്തിൽ എന്താണ് സംഭവിക്കുന്നത്? अगर यह सच्चाई रूप में उपवास में क्या होती है? യഥാർത്ഥ ഉപവാസത്തിൽ പിശാചിനോട് നമ്മൾ പോരാടുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. और उपवास में हम शैतान के साथ लड़ने वाली एक क्रिया होती है. ഈ നിങ്ങളെ അടുത്ത് പിശാച് ഒരിക്കലും വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് സാത്താൻ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. और अगर हो सकता है आपके नजदीक कभी शैतान आया नहीं होगा, अगर आप असली रूप से उपवास में लगे रहते हैं तो शैतान आपके नजदीक आने का मौका ज्यादा होता है. പലരും മനസ്സിലാക്കിയേക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപവാസം കഴിഞ്ഞപ്പോൾ സാത്താൻ അടുത്ത് വന്നെന്നാണ്. अनेक लोग इस प्रकार सोचते हैं, समझते हैं कि यीशु मसीह का उपवास खत्म होने के बाद शैतान उसके नजदीक आया.
പക്ഷെ അങ്ങനത്തെ ഒരു ചിന്തയ്ക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ ഒരു വാക്യത്തിന്റെ സഹായത്തോടെ അത് നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. और उस प्रकार की विचारों को खत्म करने के लिए एक वचन की सहायता लेकर आपके सामने बताना चाहता हूं. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന് 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. लूका रचित सुसमाचार 4th अध्याय उसकी पहली वचन इस प्रकार कहता है. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തു നോക്കിക്കോളൂ, ഞാനത് കാണാതെ പറഞ്ഞു കേൾപ്പിക്കാം. और आपके पास वचन है तो आप जरा देख लीजिएगा, मैं बिना देखे बताता हूं. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി, പിശാച് അവനെ 40 ദിവസവും പരീക്ഷിച്ചു കൊണ്ടിരുന്നു. 40ാമത്തെ ദിവസമല്ല, ഉപവാസം തുടങ്ങിയ 1ാമത്തെ ദിവസം മുതൽ പിശാച് യേശുവിനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. और पहला वचन में इस प्रकार लिखा है, फिर यीशु पवित्र आत्मा से भरा हुआ यरदन से लौटा और 40 दिन तक आत्मा के सिखाने से जंगल में फिरता रहा और शैतान उसकी परीक्षा करता रहा. നോക്കിക്കേ, ഉപവാസം തുടങ്ങിയ 1ാമത്തെ ദിവസം മുതൽ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ യേശുവിനെ പരീക്ഷിച്ച പിശാച്. और देखिए, उस 40 दिन तक एक दिन भी छुट्टी नहीं लेते हुए यीशु मसीह को परखा हुआ या परीक्षा लेते हुए हम शैतान को देखते हैं. 40ാമത്തെ ദിവസത്തെ പരീക്ഷ മാത്രമേ വേദോസത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കുക 40ാമത്തെ ദിവസം പിശാച് വന്നതെന്ന്. और इस प्रकार लिखा है कि 40वें दिन में शैतान आया करके हम इस प्रकार गलतफहमी में रहते हैं. वहां लिखा है कि उन दिनों में शैतान उसके परीक्षा लिया है. സത്യത്തിൽ അതിന്റെ 13ാമത്തെ വാക്യം നോക്കാമെങ്കിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് യേശുവിനെ വിട്ടുപോയി. और उसकी 13वीं वचन में हम इस प्रकार पढ़ते हैं, जब शैतान सब परीक्षा कर चुका तब कुछ समय के लिए उसके पास से चला गया. എന്ന് പറഞ്ഞാൽ ഉപവസിച്ച എല്ലാ ദിവസവും പിശാച് അടുത്തുണ്ടായിരുന്നു, ഉപവാസം കഴിഞ്ഞപ്പോൾ പിശാച് വിട്ടുപോയി. अर्थात उपवास में लगे रहने वाले हर एक दिन शैतान उनके नजदीक ही था, और जब उपवास खत्म हो गया तब शैतान लौट गया. അതുകൊണ്ട് ആരും വെറുതെ കയറി ഉപവസിക്കരുത്. പിശാചിനോട് എതിർക്കുന്ന ഒരു വലിയ ഒരു യുദ്ധക്കളമാണ് ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്. और इसलिए कोई भी आमतौर से ऐसे ही उपवास नहीं करना. शैतान के साथ लड़ने की, विरोध में खड़े रहकर लड़ने की एक बड़ी रणभूमि है या युद्ध की भूमि है उपवास की प्रार्थना. യേശുവിന്റെ ഉപവാസത്തിന്റെ അവസാനത്തെ ദിവസം യേശുവിന് വിശന്നെന്നറിഞ്ഞ സാത്താൻ അടുത്തു വന്നിട്ട് പറഞ്ഞു, നിനക്ക് ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്ക, അങ്ങനെ ഭക്ഷണം കഴിക്കാമല്ലോ. और उपवास के आखिरी दिन जब यीशु ने तब तक कुछ नहीं खाया और शैतान को समझ में आया कि उसे भूख लगी है, तो शैतान उससे कहता है कि यदि तू परमेश्वर का पुत्र है तो तू इस पत्थर से कह कि रोटी बन जाए, तो तू उसे खा सकता है. അതിനകത്തൊരു പ്രലോഭനമുണ്ട്, നീ ദൈവപുത്രനെങ്കിൽ. उसमें एक प्रलोभन की बात है कि अगर तू परमेश्वर का पुत्र है तो. ഞാൻ പറഞ്ഞില്ലേ, സാത്താൻ നിങ്ങളെ പരിശോധിക്കുകയല്ല, സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കും. मैंने आपसे कहा कि शैतान आपका परीक्षा नहीं लेता है, वो आपको प्रलोभन में फंसाता है. ഇങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? अगर इस प्रकार की सवाल हमसे किया जाएगा तो किस प्रकार हम व्यवहार करेंगे? നമ്മുടെ ആ ഈഗോ എല്ലാം കൂടി ഒന്ന് മേലോട്ട് വരത്തില്ലേ? हमारी डाह और इस प्रकार की गर्व की बातें स्वभाव ऊपर आ जाएगी. ചിലർ പറയും, നീ ആണാണെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിക്കേ. और कुछ लोग इस प्रकार हमसे ललकारते हैं कि तू अगर एक मर्द है तो इसका एक उपाय निकाल. ചിലർ പറയും, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ഒന്ന് ഈ കാര്യത്തിൽ ഒന്ന് ഇടപെട്ടെ. और कुछ लोग कहेंगे कि तेरे में ताकत है तो तू इस बात को तू थोड़ा इसमें थोड़ा तू शामिल हो जा. ഇങ്ങനെയുള്ള പ്രലോഭനം നമുക്ക് വന്നാൽ ഉടനെ നമ്മളെ കൊണ്ട് കഴിവില്ലെങ്കിലും അത് തെളിയിക്കാൻ ശ്രമിക്കാറുണ്ടല്ലേ? और इस प्रकार की ललकारने की अवस्था जब हमको सामना करना पड़ता है, तब हमारे खूबी नहीं होने के बावजूद, हमारे कोई योग्यता नहीं होने के बावजूद हम उस बातों को स्थापित करने के लिए कूद पड़ते हैं. യേശുവിന്റെ ഒരിക്കൽ സാത്താൻ കൊണ്ടുവന്ന പ്രലോഭനം നോക്കിക്കേ, യേശുവിന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രലോഭനം, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക. यीशु मसीह के सामने शैतान लेके आने वाली उस प्रलोभन को जरा ध्यान दीजिए. उसके पिता को वो चिन्ह वो सवाल करता है, यदि तू परमेश्वर का पुत्र है तो इस पत्थर से कह कि रोटी बन जाए. യേശു ആ പ്രലോഭനത്തെ ജയിച്ചത് ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടാണ്. यीशु मसीह ने उस प्रलोभन को यीशु परमेश्वर के वचन को कहते हुए विजेता प्राप्त किया. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല
ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കും എന്ന് തിരുവെഴുത്തുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് സാത്താനെ ജയിക്കുവാനിടയായി. और यीशु ने उसे उत्तर दिया कि लिखा है मनुष्य केवल रोटी से जीवित ना रहेगा करके कहते हुए शैतान के प्रलोभन पर उसने विजेता हासिल किया. അടുത്ത പിശാചിന്റെ പ്രലോഭനം നോക്കിക്കേ, ഞാൻ നിനക്ക് ഇതെല്ലാം നൽകാം, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിക്കണം. और अगला शैतान का प्रलोभन देखिए कि मैं इन सारे बातों को तुझे दे दूंगा, तुम मुझे गिरकर दंडवत कर. ഉടനെ യേശുവിന്റെ മറുപടി, നിന്റെ ദൈവമായ യഹോവയല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത്, നമസ്കരിക്കരുതെന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് വചനം പറഞ്ഞ് സാത്താനെ ജയിക്കുവാനിടയായി. और तुरंत यीशु ने उसे उत्तर दिया, लिखा है कि तू प्रभु अपने परमेश्वर को प्रणाम कर और केवल उसी की उपासना करे. ദൈവത്തിന്റെ മക്കളെ, പിശാചിനെ ജയിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം. परमेश्वर के अजीजों, शैतान से जीतने के लिए केवल एक ही रास्ता है, परमेश्वर का वचन. എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. हर दिन परमेश्वर के वचन से मनन करने की एक स्वभाव हमारे अंदर होना चाहिए. ക്രമമായിട്ട് ദൈവത്തിന്റെ വചനം വായിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. और क्रम के अनुसार परमेश्वर के वचन पढ़ने का एक स्वभाव हमारे अंदर होना चाहिए. ദൈവത്തിന്റെ വചനം ഹൃദയസ്ഥമാക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. परमेश्वर के वचन को मनन करने की और हृदय के अंदर याद करने की एक आदत हमारे अंदर होना चाहिए. അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? പിശാച് നിന്നെ പ്രലോഭിപ്പിക്കുമ്പോൾ അതിനെ ജയിക്കുവാൻ ദൈവത്തിന്റെ വചനം ആവശ്യമാണ്. और क्यों जानते हो? क्योंकि जब शैतान आपको प्रलोभन करता है, तब उस प्रलोभन से जीतने के लिए परमेश्वर की वचन जरूरी है. ഞാനൊരു പാസ്റ്ററുടെ മകനായിട്ടാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. मैं एक पासवान के बेटा होते हुए जन्म लिया और मेरा पालन पोषण हुआ. എന്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. സന്ധ്യയാകുമ്പോൾ 7 മണിക്ക് കുടുംബ പ്രാർത്ഥന നടന്നിരിക്കണം. और मेरा माताजी जो थी वो बहुत स्ट्रिक्ट थी और वो शाम को हर दिन शाम को 7 बजे पारिवारिक प्रार्थना करना उनके मन में इस प्रकार जरूरी था. കുടുംബ പ്രാർത്ഥന നടക്കുക മാത്രമല്ല, ആ പ്രാർത്ഥനയുടെ അവസാനം ഒരു വാക്യമെങ്കിലും കാണാതെ പഠിച്ച് എന്റെ അമ്മയെ പറഞ്ഞു കേൾപ്പിക്കണമായിരുന്നു. और इस प्रकार केवल पारिवारिक प्रार्थना चलने से काफी नहीं था, प्रार्थना खत्म होने के बाद होने से पहले तक एक वचन याद कर उन्हें सुनाना भी था. ശനിയാഴ്ച ദിവസം ആകുമ്പോൾ 7 വാക്യം എന്റെ അമ്മയെ പറഞ്ഞ് കേൾപ്പിക്കണം. സന്ധ്യയാകുമ്പോൾ शनिवार शाम तक 7 वचन याद कर मेरे माताजी को सुनाना था. ഇത്രയും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അത്താഴം തരത്തില്ലായിരുന്നു. इतना अगर हम नहीं करते थे तो हमें रात का भोजन नहीं मिलता था. വളരെ കുഞ്ഞു പിള്ളേരായിരുന്നു ഞങ്ങൾക്ക് അന്ന് ദേഷ്യം വന്നിട്ടുണ്ട്. वो छोटे बच्चे जो हम उन समयों में थे तब हमें बहुत गुस्सा आता था. പക്ഷെ കുറച്ചുകൂടെ വളർന്ന് എന്നെ ജോലി സ്ഥലത്തും പഠന സ്ഥലത്തും ശുശ്രൂഷ മേഖലകളിലും സാത്താൻ എനിക്ക് പ്രലോഭനവുമായിട്ട് വന്നപ്പോൾ അന്ന് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ച വചനങ്ങൾ എനിക്ക് ഉപകാരപ്പെടുവാനായിട്ടിടയായി. और कुछ समय के बाद मेरे पढ़ाई में और मेरे नौकरी के जिंदगी में और मेरे सेवकाई के समय में जब शैतान के प्रलोभन के सामने मेरे माताजी ने उस दिन सिखाए हुए उन वचने बहुत काम आई. എനിക്ക് ഇന്നത്തെ ഈ പ്രസംഗം കൊണ്ട് കുറഞ്ഞപക്ഷം ഒരു തീരുമാനമെങ്കിലും എടുക്കണം. എല്ലാ ദിവസവും നിങ്ങൾ ശ്വാസോച്ഛ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം ധ്യാനിച്ചിരിക്കണം. इस वचन की सेवकाई के द्वारा आज शाम के समय आप सब एक निर्णय लेना चाहिए कि हर दिन जिस प्रकार आप श्वास लेते हैं उसी प्रकार परमेश्वर के वचन से भी मनन करना है. പിശാചിന്റെ പ്രലോഭനത്തെ ജയിക്കുവാൻ വചനമെന്ന വാളുകൊണ്ടാണ് പിശാചിനെ തോൽപ്പിക്കാൻ പറ്റുന്നത്. इस शैतान के उस प्रलोभन को केवल वचन रूपी उस तलवार के साथ आप उसे हरा सकते हो, नाश कर सकते हो. പിശാചിന്റെ പ്രലോഭനത്തിൽ എന്റെ കർത്താവ് വീണുകൊടുത്തില്ല, മറിച്ച് പിശാചിനെ ജയിക്കുവാനായിട്ടിടയായി തീർന്നു. शैतान के उस प्रलोभन में मेरा मसीह ने गिरा नहीं, न हारा. उस वचन के द्वारा उस प्रलोभन को में उसने विजेता हासिल किया. പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് പേഴ്സണലായിട്ട് സംസാരിക്കുകയാണ്. നിന്റെ മുമ്പിൽ പിശാച് ചില പ്രലോഭനങ്ങളുമായിട്ട് വരും. ആദ്യം നോക്കുമ്പോൾ നല്ലതെന്ന് തോന്നും, പക്ഷെ അത് വലിയ ചതിക്കുഴികളായിരിക്കും. ഈ ദിവസങ്ങളിൽ അതിനെ മനസ്സിലാക്കി മുമ്പോട്ട് നീങ്ങിക്കാട്ടെ. और पवित्र आत्मा बड़ी साफ रीति से कुछ लोगों से बात कर रहा है कि शैतान आपके सामने बहुत प्रलोभन ले आने पर भी आप उस धोखे में गिर जाओगे. उस प्रकार नहीं धोखे में नहीं गिरने के लिए, नहीं पड़ने के लिए बड़ी सावधान के साथ अपने कदमों को आगे रखते हुए बढ़े. ദൈവത്തിന്റെ വചനം ഉപയോഗിച്ച് അതിനെ ജയിക്കുക. നിനക്ക് വേണ്ടി ദൈവം നല്ല അവസരങ്ങൾ മുമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. സാത്താന്റെ പ്രലോഭനത്തിൽ കടന്നു പിടിച്ചു പോകരുത്.
परमेश्वर ने आपके लिए बहुत अच्छे साफ रीति बना के रखा है, रास्ताएं बना के रखा है। उस रास्ताओं को पहचानने के लिए परमेश्वर के वचन में मनन करना जरूरी है। उन बातों को पहचानते हुए शैतान के प्रलोभन में ना फंसते हुए आगे की ओर बढ़ना जरूरी है। സാത്താൻ നമ്മളെ പ്രലോഭിപ്പിച്ച് പ്രലോഭനത്തിനാക്കിയാൽ നമ്മളെ തകർത്ത് കളയും പിശാച്. शैतान अगर हमें प्रलोभन में फंसा कर गिरा देगा तो वो हमें तोड़ देगा, नाश कर देगा। നമ്മളെ പിന്മാറ്റത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. हमें पीछे हटने की अवस्था में वो ले चलेगा। പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും മടുപ്പ് തോന്നിപ്പിക്കും. प्रार्थना करने के लिए और वचन से मनन करने की एक इच्छा हमारे अंदर नहीं होगी। പല പാപങ്ങളും ചെയ്യുവാൻ നമ്മുടെ മനസ്സിനെ കഠിനമാക്കി കളയും. और अनेक पापों को करने के लिए हमारे मन को वो कठोर बना देगा। നമ്മൾ പോലും അറിയാതെ ദൈവത്തിൽ നിന്ന് അകന്നകന്ന് നമ്മൾ അഗ്നി നരകത്തിന് യോഗ്യരായി തീരും. इस प्रकार हमारे अनजाने में हम परमेश्वर से दूर होते जाएंगे और उस अनंत काल की नरक की योग्य बन जाएंगे। ഈ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മളൊന്ന് സ്വയം ശോധന ചെയ്യുക, നമ്മൾ ദൈവത്തിൽ നിന്ന് എത്ര ദൂരം അകന്നാണ് നിൽക്കുന്നതെന്ന്. इस प्रचार सुनते समय हम अपने आप को परखे और इस प्रकार सोचे कि हम परमेश्वर से कितना दूर खड़े हैं। ഞാൻ ആ ഭാഗം അവിടെ ഒന്ന് നിർത്തിയിട്ട് ദൈവത്തിന്റെ പരിശോധനയിലേക്ക് പ്രവേശിക്കുകയാണ്. उस भाग को मैं वहां रोकते हुए परमेश्वर की परीक्षा की ओर में प्रवेश करता हूं। ഇന്ന് രാത്രിയിലും പ്രലോഭനത്തിലാണോ പരിശോധനയിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? आज रात को क्या प्रलोभन में या परीक्षा के बीच में से आप गुजर रहे हैं? നിങ്ങൾ അതിനെ മനസ്സിലാക്കുക. പിശാചിന്റെ പ്രലോഭനമാണെങ്കിൽ ദൈവത്തിന്റെ വചനം ഉപയോഗിച്ച് അതിനെ ജയിച്ച് വെളിയിൽ വരിക. आप उन बातों को परख लीजिए, समझ लीजिए कि अगर शैतान का प्रलोभन है तो परमेश्वर के वचन को उपयोग करते हुए उस प्रलोभन से आप बाहर आ जाइए। പരിശുദ്ധാത്മാവ് ദൂതായിട്ട് പറയുവാൻ എന്നോട് പറയുന്നത്, ചിലരോടുള്ള കയ്പ്, മറ്റു ചിലർ നിങ്ങളെ ചതിച്ചതിന്റെ വേദനയുമായിട്ട് ഇന്ന് രാത്രിയിൽ ഈ വചനം ശ്രവിക്കുന്നവരുണ്ടല്ലോ, നിങ്ങൾ ക്ഷമിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. परमेश्वर की आत्मा इस प्रकार बड़ी साफ रीति से संदेश पहुंचाने के लिए मुझे दे रहा है कि कुछ लोग आपको धोखा देने की वजह से उनके प्रति आप इस प्रकार कड़वेपन की अवस्था और मन की भावना रखकर बैठे हैं, तो पवित्र आत्मा साफ रीति से कहता है उन्हें माफ करने की उस वरदान के लिए प्रार्थना करना जरूरी है। പ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം ദൈവത്തിന്റെ പരിശോധന. प्रचार की दूसरा भाग परमेश्वर की परीक्षा। അബ്രഹാം എന്ന് പറയുന്ന പഴയ നിയമത്തിലെ ഒരു അഗ്രഗണ്യനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. अब्राहम जो पुराने नियम के एकदम कठोर व्यक्ति था। അബ്രഹാമിനെ ദൈവം പരിശോധിക്കുവാൻ തീരുമാനിച്ചു. अब्राहम से परमेश्वर ने सोचा कि उसका परीक्षा लूं। അബ്രഹാമിനോട് പറഞ്ഞു, നീ അതികാലത്ത് എഴുന്നേറ്റ് നിന്റെ ഏകജാതനായ പുത്രനെ ഞാൻ നിന്നെ കാണിക്കുന്ന മലയിൽ, മോറിയായിൽ ഒരു മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണമെന്ന് പറഞ്ഞു. और इब्राहिम से परमेश्वर ने कहा कि अपने पुत्र को अर्थात अपने इकलौते पुत्र इसहाक को जिससे तू प्रेम रखता है संग लेकर मोरिया देश में चला जा और वहां उसको एक पहाड़ के ऊपर जो मैं तुझे बताऊंगा होम बलि करके चढ़ा। അബ്രഹാമിന് 100 വയസ്സായപ്പോൾ ലഭിച്ച ഒരു മകനാണ് ഇസഹാക്ക്. इब्राहिम के 100वें वर्ष में उसे प्राप्त हुआ एक संतान था इसहाक। അബ്രഹാമിന്റെ സ്നേഹമൊക്കെയും ഇസഹാക്കിലേക്കായി. അവന് ഭയങ്കര സന്തോഷമായി, എന്റെ വാർദ്ധക്യത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ലഭിച്ച ഒരു മകൻ. इब्राहिम का प्रेम पूरा इसहाक के ऊपर उसने बरसा दिया और बहुत खुश था क्योंकि उसके बुढ़ापे में परमेश्वर ने उसे एक संतान के रूप में दिया था। പരിശുദ്ധാത്മാവ് ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകുകയാണ് ചിലരോട്. पवित्र आत्मा एक चेतावनी कुछ लोगों को दे रहा है। നീ ദൈവത്തെക്കാട്ടിലും എന്തിനെങ്കിലും നിന്റെ ജീവിതത്തിൽ പ്രാധാന്യത കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ മക്കളായിരിക്കാം, നിന്റെ ജോലിയായിരിക്കാം, നിന്റെ കാറായിരിക്കാം, നിന്റെ ബൈക്കായിരിക്കാം, നിന്റെ സമ്പത്തായിരിക്കാം, ദൈവത്തെക്കാട്ടിൽ കൂടുതൽ പ്രാധാന്യത കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒന്നിൽ ദൈവം അതിനെ തൊടുവാനിടയായിത്തീരും. आपसे अगर आप आपके जिंदगी में परमेश्वर से बढ़कर किसी भी चीज के लिए महत्व देता है तो आपका घर होगा, आपके बच्चे होंगे, आपके परिवार होंगे, आपके गाड़ी होंगे, किसी भी बात को अगर आप ज्यादा महत्व देते हैं परमेश्वर से भी बढ़कर तो आप इन दिनों में परीक्षा में फंस सकते हैं। എനിക്ക് ഇങ്ങനെ പറയാനായിട്ട് എന്റെ മനസ്സിൽ വരികയാണ്, ചിലരുടെ ആരോഗ്യവും സൗന്ദര്യവും അവരങ്ങ് ബൂസ്റ്റ് ചെയ്യുക, അവരുടെ മസിലൊക്കെ കാണിച്ചൊക്കെ നടക്കുക. ദൈവം നിന്റെ ആരോഗ്യത്തെ തൊടാതിരിക്കേണ്ടതിന് ആ ദൈവത്തിന് മുൻതൂക്കം കൊടുത്താട്ടെ. और इस प्रकार मुझे बताने के लिए पवित्र आत्मा जबरदस्ती कर रहा है कि कुछ लोग अपने सौंदर्य में, अपने खूबसूरती में और अपने ताकत में इस प्रकार ज्यादा घमंड कर रहा है, उस प्रकार की भावनाएं हट जाए। അബ്രഹാം അങ്ങനെ വളരെ വേദനയോടെ, പക്ഷെ ദൈവം പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് അവൻ തന്റെ ബാല്യക്കാരും ഇസഹാക്കുമായിട്ട് വീട്ടിൽ നിന്ന് യാത്രയായി.
अब्राहम बड़ी दर्द के साथ मगर परमेश्वर के आज्ञा को मानते हुए अपने घर से अपने नौकरों के साथ अपने बेटे के साथ वो रवाना हो गया। 3 ദിവസം യാത്ര ചെയ്തു. तीन दिन तक वे यात्रा किया। ആ 3 ദിവസത്തെ യാത്ര നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. वो 3 दिन की यात्रा जरा आप अपने मनों में जरा लेके आइए। എന്തൊരു വിഷമം പിടിച്ച യാത്രയാ അത്. इतना तकलीफ वाली एक यात्रा थी। തന്റെ മകനെ നഷ്ടപ്പെടാൻ പോകുകയാണ്. उसका बेटा भी नष्ट होने वाला है। 3-ാമത്തെ ദിവസമായപ്പോൾ ദൈവം അവനെ കാണിച്ചു. ആ മലയിൽ, മോറിയയിലുള്ള ഒരു മലയിൽ ആ യാഗം കഴിക്കണമെന്ന് 3-ാമത്തെ ദിവസം ദൈവം അവനെ കാണിച്ചു. तीसरा दिन परमेश्वर ने इब्राहिम को उस जगह दिखाया जहां उस मोरिया के पहाड़ के ऊपर अपने बेटे को बलि चढ़ाना था। ഉടനെ അബ്രഹാം ബാല്യക്കാരെ അവിടെ നിർത്തിയിട്ട് തന്റെ മകനും വിറകും കത്തിയും തീയുമായിട്ട് ഇവർ രണ്ടുപേരും മാത്രം ആ മോറിയാമല യാത്ര ചെയ്യുവാനിടയായി. और तुरंत अब्राहम ने अपने सेवकों को वहां खड़ा रखा और अपना लड़का और चाकू और लकड़ों के साथ अपने बेटे के साथ अब्राहम ऊपर की ओर चढ़ने लगा। അവിടെ എഴുതിയിരിക്കുന്നത് അബ്രഹാമും ഇസഹാക്കും മാത്രം, അതായത് വിറക് ഇസഹാക്കിന്റെ തോളിൽ കൊടുത്തു, കത്തിയും തീയും അബ്രഹാം കയ്യിലെടുത്തു. और वहां देखिए अब्राहम और इसहाक केवल अर्थात लकड़ी को उस इसहाक के कंधे में लगा दिया और इब्राहिम चाकू लेकर आगे की ओर बढ़ रहा है। നോക്കിക്കേ, അവിടെ ഒരു ദൂതുണ്ട്. वहां देखिए एक संदेश है। മക്കളുടെ കയ്യിൽ കൊടുക്കാൻ പറ്റുന്നതേ കൊടുക്കാവുള്ളൂ കേട്ടോ. बच्चों के हाथ में जो बातें देना है उसी बातों को हमें देना है। അബ്രഹാം തീയും കത്തിയും ഇസഹാക്കിന്റെ കൈ കൊടുത്തില്ല. अब्राहम ने आग और चाकू को बेटे के हाथ में नहीं सौंपा। അപകടം പിടിച്ച കാര്യം പിതാവായ അബ്രഹാം കയ്യിലെടുത്തു. उस खतरनाक या खतरे वाली बात जो है वो अपने हाथों में उन्होंने ले लिया। വിറക് ഇസഹാക്കിന്റെ തോളിൽ വെച്ച് കൊടുത്തു. और लकड़ी जो है वो इसहाक के कंधे पर लगा दिया। ഇവർ രണ്ടും കൂടെ മോറിയ മല കയറുകയാണ്. और ये दोनों देखिए उस मोरिया के पहाड़ पर चढ़ रहा है। അബ്രഹാമിന്റെ മുഖത്തേക്കൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. और इस अब्राहम के चेहरे को जरा ध्यान दीजिए। 3 ദിവസത്തെ യാത്രയുടെ ക്ഷീണം നല്ലതുപോലെ അബ്രഹാമിനുണ്ട്. 3 दिन तक यात्रा लगातार यात्रा करने की उस थकावट उसके चेहरे पर साफ दिखता है। അബ്രഹാമിന്റെ കണ്ണിനകത്തേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. अब्राहम के आंखों के अंदर जरा ध्यान दीजिए। അവന്റെ കണ്ണിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. उसके आंखों में से एक बात हम साफ रीति से समझ सकते हैं। അവന്റെ മുഖം വാടിയിരിക്കുന്നു. उसका जो चेहरा उतरा हुआ है, അവന്റെ കണ്ണ് ചുമന്ന് കലങ്ങിയിരിക്കുകയാണ്. उसकी आंखें इस प्रकार लाल होकर भर गई है। എന്താണ് കാരണം? कारण क्या है? അടുത്ത ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ कुछ क्षण के बाद സ്വന്തം വാളുകൊണ്ട്, സ്വന്തം കൈകൊണ്ട് സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ പോകുകയാണ്. अपने खुद के हाथों से उस छुरी से अपने खुद के बेटे को बलि चढ़ाने वाला है। ഏത് അപ്പനാണ് അത് സഹിക്കുന്നത്? कौन से पिता इस बात को सहन कर सकता है? എന്നെ കേൾക്കുന്ന പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ പറ്റിയാണ് അങ്ങനെ ഒരു സ്ഥിതി വന്നിരുന്നെങ്കിൽ നിങ്ങൾ സഹിക്കുമോ ഇത്? मेरे बातों को गौर करने वाले पिताओं, अगर आपके बच्चों के प्रति इस प्रकार की एक परीक्षा आपको सामना करना पड़ता तो क्या आप सहन कर पाते? നമ്മുടെ കുഞ്ഞിന് ഒരു അസുഖം വന്നിട്ട് ജീവൻ പോലും കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? अगर हमारे बच्चों को एक बीमारी आ जाता है और उनका जीवन उनको लौटेगा नहीं करके कहेंगे तो हमारा मन की भावना किस प्रकार हो जाती है? ഹൃദയം തകർന്ന അബ്രഹാം ഇസഹാക്കുമായിട്ട് ഇങ്ങനെ മല കയറുകയാണ്. टूटा हुआ मन के साथ अब्राहम इसहाक के साथ देखिए पहाड़ के ऊपर चढ़ रहा है। ഇങ്ങനെ മല കയറുന്ന കൂട്ടത്തിൽ ഇസഹാക്ക് അബ്രഹാമിനോട് ഒരു ചോദ്യം ചോദിച്ചു. और इस प्रकार जब चढ़ाई कर रहे थे तब बेटा इसहाक अब्राहम से एक सवाल करता है, അപ്പാ, വിറകും കത്തിയും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ യാഗത്തിനുള്ള മൃഗം എവിടെ? हे पिता, कि बलि चढ़ाने के लिए जो लकड़ी और आग सब हमारे हाथ में है, होम बलि के लिए भेड़ कहाँ है? തകർന്നിരിക്കുന്ന അബ്രഹാമിന്റെ ഹൃദയം തകർന്ന് തരിപ്പണമായി പോയി. टूटे हुए उस अब्राहम का हृदय देखिए अभी एकदम पिस गया। നമ്മളോട്, എന്നോടാണ് എന്റെ മകൻ അത്ര ചോദ്യം ചോദിക്കുന്നെങ്കിൽ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കത്തില്ല. എന്റെ ഹാർട്ട് അടിച്ച് ഞാൻ അന്നേരം തന്നെ തട്ടിപ്പോകും. अगर मेरा बेटा मेरे से इस प्रकार का सवाल किया होता तो उस सवाल के सामने मैं एक क्षण भी जिया नहीं होता। मेरा इस प्रकार हृदय टूट कर मैं उसी समय गिर जाता। അബ്രഹാം പറയേണ്ട മറുപടി, മകനെ, ഇന്നത്തെ യാഗത്തിൽ യാഗമൃഗം നമുക്കില്ല, അതിനു പകരം ഞാൻ നിന്നെയാണ് യാഗം കഴിക്കാൻ പോകുന്നെന്നാണ് പറയേണ്ടത്.
अब्राहम को इस प्रकार जवाब देना चाहिए कि हे पुत्र, आज के होम बलि में कोई बलि का भेड़ नहीं है, मैं तुझे अर्पण करने जा रहा हूं। ഇസഹാക്കിന്റെ ചോദ്യം അബ്രഹാമിനെ തകർത്തു കളഞ്ഞു. और इसहाक का सवाल देखिए, अब्राहम को इस प्रकार हिला दिया। പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് വീണ്ടും വ്യക്തിപരമായിട്ട് ദൂതറിയിക്കുകയാണ്. पवित्र आत्मा कुछ लोगों को व्यक्तित्व रूप में संदेश पहुंचा रहा है। ചിലരുടെ ചോദ്യങ്ങൾ നിമിത്തം നിന്റെ മനസ്സ് തകർന്നിരിക്കുകയാണോ? कुछ लोगों की सवाल के वजह से क्या आपका मन टूटा हुआ है? നിന്റെ ബന്ധുക്കാരും നിന്റെ കൂട്ടുകാരും നിന്റെ വീട്ടുകാരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ല, പകരം നിന്റെ കണ്ണുകൾ നിറയുകയാണോ? आपके बंधु लोग, आपके पड़ोसी लोग, आपके रिश्तेदार, आपके मित्र लोग इस प्रकार सवाल करते हैं, उस सवाल के सामने आपके पास कोई जवाब नहीं है, इस प्रकार आपके आंखें भरे हुई अवस्था में क्या आप रहते हो? ചിലരുടെ ചോദ്യം കേട്ടിട്ട് നീ റൂമിനകത്ത് കയറി വാവൊത്തി കരഞ്ഞ സമയങ്ങളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു. कुछ लोगों की सवाल के सामने आप अपने कमरे में बंद करते हुए अपने आंखों से आंसू बहाकर रोने की अवस्था थी करके आत्मा मुझे दिखाता है। നിങ്ങൾ അവരിൽ ഒരാളാണെങ്കിൽ ഈ അബ്രഹാമിന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. आप अगर उनमें से एक व्यक्ति है तो इस अब्राहम की चेहरे के ओर जरा गौर करिए। മകന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ ഹൃദയം തകർന്നു നിൽക്കുന്ന ഒരു പിതാവ്, उस बेटे के सवाल के सामने टूटा हुआ मन के साथ खड़ा रहने वाले पिताजी, എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അബ്രഹാം, क्या जवाब दूं करके नहीं जानते हुए इस प्रकार खड़ा रहने वाला अब्राहम को हम देखते हैं। എനിക്ക് തോന്നുന്നു ഉടനെ അബ്രഹാമിന്റെ മനസ്സിലേക്ക് ആ വചനം കടന്നു വന്നു. अब मुझे ऐसा लगता है कि तुरंत इब्राहिम के मन में उस वचन तुरंत आया। അവന്റെ മനസ്സിൽ ഒരു ആരോ മന്ത്രിക്കുന്നത് പോലെ, അബ്രഹാമേ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. और हे अब्राहम, इस प्रकार उसके मन में इस वचन आया होगा कि टूटे हुए मन के वालों के लिए परमेश्वर उन्हें बचाता है और उनके नजदीक समीप परमेश्वर रहता है और उन्हें उद्धार करता है। ഇന്ന് രാത്രിയിൽ അതേ വചനം ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. നീ തകർന്ന ഹൃദയത്തോടെയാണോ ഈ വചനം കേൾക്കുന്നത്? നിന്റെ അരികിൽ ദൈവമുണ്ട്, നിന്നെ രക്ഷിക്കുവാൻ യേശുവിന്റെ കരം ശക്തമാണ്. उसी वचन से कुछ लोगों से परमेश्वर की आत्मा आज रात को बात कर रहा है। अगर आप टूटे हुए मन के साथ, पिसे हुए मन के साथ आप रहते हैं तो परमेश्वर आपके समीप रहता है, आपको उद्धार करने के लिए, आपको उभारने के लिए। മനുഷ്യനെ കൊണ്ട് സഹായിക്കുവാനോ മനുഷ്യനെ കൊണ്ടോ പരിഹരിക്കുവാനോ സാധിക്കാത്ത വിഷയത്തിനകത്ത് നീ കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, മനുഷ്യരാൽ അസാധ്യം, അത് ദൈവത്താൽ സാധ്യം. अगर आप इस प्रकार की समस्याओं में उलझे हुए हैं जिसका हल कोई मनुष्य नहीं निकाल सकता है, तो परमेश्वर की आत्मा बड़ी सामर्थ्य रूप से कहता है कि जो मनुष्य के लिए अनहोनी है वो परमेश्वर के लिए सारे बातें होनी है। ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ വമ്പൻ പ്രശ്നങ്ങൾ, മല പോലെ നിൽക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഇന്ന് തകർന്ന് തരിപ്പണമായി നിനക്ക് വേണ്ടി പുത്തൻ വഴി തുറന്നു വരുന്ന രാത്രിയാണ്. इस रात के समय इस वचनों को सुनने वालों को परमेश्वर की संदेश इस प्रकार साफ रीति से आ रहा है कि आपके जिंदगी में कुछ पर्वत के समान रहने वाले समस्याएं टूट रही है, नाश हो रही है। യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. यीशु मसीह के नाम में सारे प्रतिकूल अवस्थाएं हट जाए। നീ വർഷങ്ങളായിട്ട് ചുമന്ന് കരഞ്ഞ് മടുത്ത വിഷയങ്ങൾ, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലും നിർത്തിയ വിഷയങ്ങൾ, പരിശുദ്ധാത്മാവ് ഇന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയാണ്. अनेक सालों से इस प्रकार तू प्रार्थना कर करके थक गया उस प्रकार की विषय, और प्रार्थना करने के बाद तूने बंद कर दिया इस प्रकार की विषय, उन विषयों के ऊपर आज रात को पवित्र आत्मा कार्य करने वाला है। ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ, അത് ഞാൻ തീർക്കും. परमेश्वर की वचन इस प्रकार कहता है, आपके लिए अधिक कठिन जो बातें हैं वो मेरे पास ले आओ, मैं उसका हल निकालूंगा। നീ ആ വിഷയം ദൈവത്തിന്റെ കരത്തിലേക്ക് ഒന്ന് കൊടുത്താട്ടെ. इस प्रकार की विषय हम परमेश्वर के हाथों में सौंप दें। അബ്രഹാം പറഞ്ഞ മറുപടി ഇന്ന് നമ്മൾക്ക് ഒരു മാതൃകയായിരിക്കണം. अब्राहम ने जो जवाब दिया वो हमारे लिए एक नमूना के कारण बन जाए। വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പറയുകയാണ്, മകനെ, യഹോവ കരുതിക്കൊള്ളും. और विश्वासियों के पिता कहलाने वाले इब्राहिम कहता है कि हे मेरे पुत्र, परमेश्वर अपने आप उपाय करेगा।
നിനക്ക് വേണ്ടി കരുതുവാൻ ഈ ലോകത്തിൽ ആരും ഇല്ലെന്നുള്ള ചിന്തയുണ്ടോ? മാതാപിതാക്കളോ സഹോദരങ്ങളോ നിന്നെ കൈവിട്ടേക്കാം. പക്ഷെ ഇന്ന് രാത്രിയിൽ ദൂത് പറയുന്നു, യഹോവ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. आपके लिए प्रबंध नहीं करता है करके इस प्रकार आप विचार कर रहे हो, माता पिताएं आपके नजदीक नहीं होंगे, आपके कोई रिश्तेदार आपके नजदीक नहीं होंगे, इस प्रकार व्याकुल होते रहते हो कि मेरा प्रबंध करने वाला कोई नहीं है। आज रात को मैं आपसे कहता हूं कि परमेश्वर आपके नजदीक है जो आपका प्रबंध करता है। അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിപ്പീൻ. वो आपके लिए प्रबंध करता है, इसलिए आप आपके सारे चिंताओं को उसके ऊपर डाल दो और हर एक जरूरतों को स्तुति के साथ उसको बता दो। वो आपके लिए प्रबंध करता है। ഈ വചനങ്ങൾ ഏറ്റെടുത്താട്ടെ, നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട് കേട്ടോ. इन वचनों को आप अपने मनों में अपना लो, परमेश्वर आपके लिए प्रबंध करेगा। അബ്രഹാം ഈ വചനം പറഞ്ഞിട്ട് മുകളിലേക്ക് കയറിപ്പോയി. इस वचन कहने के बाद इब्राहिम ऊपर की ओर और चढ़कर गया। അവിടെ ചെന്ന് അവൻ യാഗപീഠം പണിയുകയാണ്. आज जाकर देखिए, अभी वो बलि वेदी बना रहा है। അബ്രഹാമിന്റെ പരിശോധനയുടെ അവസാന സമയങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. इब्राहिम की परीक्षा की आखिरी क्षणों में वो आ पहुंचा है। ഹല്ലേലൂയ. ഇതാ അബ്രഹാം യാഗപീഠം പണിതു, മകനെ കൈയും കാലും കെട്ടി യാഗപീഠത്തിന്മേൽ കിടത്തി. इब्राहिम ने वहां वेदी बनाकर लकड़ी को चुन चुन कर रखा और पुत्र इसहाक को बांध कर वेदी पर लेटा दिया। ആ സ്വന്തം ഉറയിലെ വാള് അബ്രഹാം ഊരി വാള് പൊക്കി പിടിച്ചിരിക്കുകയാണ്. अपने कमर में से छुरी निकाल कर इस प्रकार ऊंचा उठाकर पकड़ा है। ചില നിമിഷങ്ങൾക്കകം, അടുത്ത ചില സെക്കൻഡുകൾക്കകം അബ്രഹാമിന്റെ വാള് ഇസഹാക്കിന്റെ കഴുത്തിൽ വീഴും. अगला कुछ क्षणों के अंदर इब्राहिम के हाथ में जो छुरी है वो अपने बेटे इसहाक के गर्दन में गिरने वाला है। പക്ഷെ അബ്രഹാമിനെ നോക്കി സ്വർഗത്തിന് പറയാനുള്ള ഒരു ദൂതുണ്ട്. अगर इब्राहिम को देखकर स्वर्ग को ये संदेश कहना है, അബ്രഹാമേ, ഞാൻ നിന്നെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. इब्राहिम मैं तेरा परीक्षा ले रहा था। നീ ആ തീച്ചുളക്കകത്തൂടെ പോയ സമയങ്ങളായിരുന്നു കഴിഞ്ഞ 2-3-4 ദിവസങ്ങളായിട്ട്. पिछले 3-4 दिन से तू उस आग की भट्टी में से यात्रा कर रहा था। പക്ഷേ നിന്റെ മകൻ ഇസഹാക്ക് ചോദിച്ച ചോദ്യത്തിന്റെ മുമ്പിൽ നീ പറഞ്ഞ ഉത്തരമുണ്ടല്ലോ. मगर तेरे बेटा इसहाक ने जो सवाल किया, उस सवाल के सामने तूने जो उत्तर दिया, അത് ആ വിശ്വാസത്തിന്റെ വാക്കുകളാണ് നീ ഉച്ചരിച്ചത്. तूने अपने विश्वास के बातों को उसके सामने उत्तर के रूप में कहा। അത് പറഞ്ഞപ്പോൾ തന്നെ നിന്റെ പരീക്ഷയുടെ മാർക്ക് വന്നു. നിനക്ക് നിന്റെ പരിശോധനയ്ക്ക് 100-ൽ 100 മാർക്ക്. उस उत्तर जब तूने कह दिया, तब तेरे परीक्षा का परिणाम आ गया और तुझे 100 में 100 अंक मिलता है। ഈ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു, മോറിയാമലയുടെ അപ്പുറത്തെ വശത്തൂടെ ഏതോ ആട്ടിടയൻ ആടിനെ മേയിച്ചുകൊണ്ട് പോയപ്പോൾ ഒരാടിനെ കൂട്ടം തെറ്റിച്ച് അബ്രഹാം പണിത യാഗപീഠത്തിന്റെ അരികിൽ കൊണ്ട് കുരുക്കി കിടത്തി. और इस संदर्भ में मैं विश्वास करता हूं कि मोरिया उस पहाड़ के उस नीचे के भाग में से दूसरे भाग से जब एक भेड़ अपने भेड़ों को जब एक चरवाहा भेड़ियों को चरा कर चल रहा था, उसके भेड़ों में से एक भेड़ इस प्रकार रास्ते से भटक कर इब्राहिम के वेदी के नजदीक आकर गिर गया। അബ്രഹാം വാളൂരി കൈ പിടിക്കുമ്പോഴും ആ ആടിനെ ഇതുവരെ അബ്രഹാം കണ്ടിട്ടില്ല. इब्राहिम ने जब छुरी लेकर अपने हाथ में उठाकर पकड़ा, तब भी इब्राहिम के नजर उस भेड़ पर नहीं गिरा। ആ ആട്ടുകൊറ്റനാണ് അബ്രഹാമിന്റെ പോക്കുവഴി. और उस भेड़ जो है वो इब्राहिम का निकास है। ദൈവം ഉത്തരമരുളുന്നത് നോക്കിക്കേ, അബ്രഹാമിന്റെ വാളിനും ഇസഹാക്കിന്റെ കഴുത്തിനുമിടയിലാണ്. और देखिए परमेश्वर कहाँ उत्तर देता है, इब्राहिम का छुरी और इसहाक के गले के गर्दन के बीच में परमेश्वर का जवाब आता है। 1-ാം യാമത്തിലും 2-ാം യാമത്തിലും 3-ാം യാമത്തിലും കാണാത്ത യേശു നിന്റെ ചിന്തകൾക്കപ്പുറത്തായിട്ട് കടലിന്മീതെ നടന്നു വരുന്നവനാണ്. पहला पहर, दूसरा पहर और तीसरा पहर में उत्तर नहीं मिलता है। तेरे चिंता के उस पार, चिंता के विपरीत अपने समस्याओं के बीच में उतर आने वाला यीशु समुद्र के ऊपर से चढ़कर आता है। ബെർശേബ മരുഭൂമിയിൽ വെള്ളം പോലും ലഭിക്കാനാകാതെ ഹാഗാറിന്റെ മകൻ ഇസ്മയേൽ മരിക്കാൻ കിടക്കുമ്പോൾ അവന്റെ മരണശ്വാസത്തിന് തൊട്ടു മുമ്പ് സ്വർഗത്തിൽ നിന്ന് ദൈവം ദൂതനെ അയക്കുന്നവനാണ്. बेरशेबा के उस मरुस्थल में पानी के बगैर इस प्रकार प्यासा रहते हुए हागार के बेटा जो है इस प्रकार मरने के लिए पड़ा है, और उसके आवाज को सुनकर उसको बचाने के लिए स्वर्ग वहां खुलकर आता है, हम देखते हैं।
ഇന്ന് രാത്രിയിലും എന്റെ പ്രശ്നത്തിന് പരിഹാരമില്ലെന്നോർത്തോണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദര, ഇന്ന് രാത്രിയിലും സമയം കഴിഞ്ഞു പോയിട്ടില്ല. എന്റെ ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ ഡിലേ എന്നൊരു വാക്കില്ല. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിച്ചാട്ടെ. आज भी मेरे समस्याओं का कोई हल नहीं है, इस प्रकार विचार करने वाले प्यारे भाइयों बहनों, मेरे समस्या का कौन हल निकालेगा कर विचार करते हुए आप रहते हैं, तो आप इस बात को गौर करिए कि मेरा परमेश्वर का डिक्शनरी में विलंब करके एक शब्द नहीं है, वो अपने समय में सही समय में हमारे लिए कार्य करता है। അബ്രഹാമിനോട് ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെയാണ്, അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. और इब्राहिम को इस प्रकार परमेश्वर की आवाज सुनाई दी कि हे इब्राहिम अपने बालक के ऊपर छुरी नहीं रखना। ഇതാ അബ്രഹാം ഉടനെ തലപൊക്കി തിരിഞ്ഞു നോക്കി. और देखिए इब्राहिम सर उठाकर पीछे मुड़कर देखता है। അബ്രഹാമിന് വേണ്ടിയുള്ള പോക്ക് വഴി ഇതാ തൊട്ടടുത്ത് കുരുങ്ങിക്കിടക്കുന്നു. और देखिए इब्राहिम के लिए एक निकास के रूप में वहां बाजू में उपाय उधर पड़ा है। എപ്പോഴാണ് അബ്രഹാം പോക്ക് വഴി കണ്ടതെന്ന് അറിയാമോ? और उस निकास इब्राहिम ने कब देखा आप जानते हो? ദൈവമിട്ട പരിശോധനയിൽ അബ്രഹാം വിജയിച്ച് അതിന്റെ അവസാന ഘട്ടത്തിലാണ് പോക്ക് വഴി അബ്രഹാം കണ്ടത്. इब्राहिम के जिंदगी में परमेश्वर ने दिया हुआ उस परीक्षा के अंतिम क्षणों में इब्राहिम ने परमेश्वर की उस निकास की व्यवस्था को, उस बात को देखा। ഇന്ന് രാത്രിയിൽ ഞാൻ ഈ പ്രസംഗത്തിന്റെ ആദ്യം പറഞ്ഞ അതേ പദങ്ങൾ ഞാൻ ആവർത്തിച്ചു പറയട്ടെ. നീ തീച്ചുളയ്ക്കകത്തൂടെ കടന്നുപോയി പരിശോധനയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? ഇത് നിന്നെ നശിപ്പിക്കത്തില്ല, പക്ഷെ നീ പോക്ക് വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. और मैं आज शाम के समय मेरे प्रचार के शुरुआत में कहे हुए उसी बात को मैं वापस दोहराता हूं। आप आपके आग के भट्टी के अंदर से चलने वाली उस अवस्था से क्या आप गुजर रहे हो, तो ये आपको भस्म नहीं करेगा। इसके अंदर से परमेश्वर आपके लिए एक निकास का मार्ग भी निकालेगा। ദൈവത്തിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. നീ ഒറ്റയ്ക്കല്ല, ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. परमेश्वर का हाथ आपके साथ है, आप अकेला नहीं है। परमेश्वर की उपस्थिति आपके साथ है। ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാ പോക്ക് വഴി ഒരുക്കുന്ന ദൈവം. और यहाँ देखिए निकास तैयार करने वाला परमेश्वर। നിന്നെ ദൈവം പരിശോധിച്ചാൽ പോക്ക് വഴി ഉറപ്പാണ്. परमेश्वर अगर आपका परीक्षा लेता है तो निकास भी है, वो एकदम परमेश्वर निकालता है। ഹല്ലേലൂയ. ഒരു കഥയും കൂടെ പറഞ്ഞ് ഞാൻ ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. एक कथा भी बताकर, कहानी बताकर मेरे प्रचार को बंद करना चाहूंगा। അതിനുശേഷം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കും. പ്രിയ ആശമ നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. और उसके बाद हम थोड़ी देर प्रार्थना के लिए समय अलग करेंगे। प्रिय आशम्मा कुछ एक गीत को भी गाएगी। നമ്മുടെയൊക്കെ വീട്ടിൽ അടുക്കളയിൽ പല പാത്രങ്ങളില്ലേ? हमारे घरों में रसोई में अनेक प्रकार के बर्तन होते हैं। അലൂമിനിയം കൊണ്ടുള്ളത്, സ്റ്റീല്, പ്ലാസ്റ്റിക് കൊണ്ടുള്ള പാത്രം, ഇങ്ങനെ പല പാത്രങ്ങൾ നമ്മുടെ വീട്ടിലും കിച്ചണിലുമായിട്ടൊക്കെ ഉണ്ട്. एल्यूमिनियम के, स्टील के और प्लास्टिक के अनेक प्रकार से बना हुआ बर्तन हमारे रसोई में पाया जाता है। അപ്പൊ വീട്ടിലെ അമ്മച്ചിമാർ എന്നും ഉപയോഗിക്കുന്ന ഒരു പാത്രമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ അതിന് ചീനച്ചട്ടി എന്നാ പറയുന്നത്. और इस प्रकार हमारे घरों में हर दिन माताजी उपयोग करने वाला एक बर्तन है। हमारे गांव में उसे इस प्रकार कढ़ाई कहते हैं। അത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ചട്ടിയാണ്, ഇരുമ്പ് കൊണ്ട്. और लोखंड से बनाया हुआ कढ़ाई है। ഈ ചീനച്ചട്ടി അമ്മച്ചി എടുത്തിട്ട് അത് നല്ലതായിട്ട് അതിന്റെ അടിയിൽ തീ കൊടുത്തു. और इस कढ़ाई को लेकर माताजी ने उसके नीचे एकदम अच्छा से आग लगाया। ആ ചീനച്ചട്ടി നല്ലപോലെ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് എണ്ണ ഒഴിക്കും. और इस कढ़ाई जब एकदम गर्म हो जाता है तो उसके अंदर तेल डालते हैं। എണ്ണ അതിനകത്തിട്ട് തിളപ്പിക്കും. और ये तेल उसके अंदर रहकर उबलता है। എണ്ണ തിളച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് കടുകിടും, കടുക്. और उस जब तेल उबलता है तो उसके अंदर राई डालते हैं। അതിനുശേഷം ആ കടുക് പൊട്ടിത്തെറിച്ചു കഴിയുമ്പോൾ അതിനകത്തേക്ക് മസാല ഇടും, മുളക് പൊടി ഇടും, മഞ്ഞൾ പൊടി ഇടും. और जब वो राई इस प्रकार टूट जाता है तब उसके अंदर मसाला और बाकी जो जो पाउडर है वो सब डालते हैं। അതിനകത്ത് ഭയങ്കര പുകച്ചിലും കരിച്ചിലും തിളയും ഒക്കെയാണ്. और इस प्रकार बहुत आंख में इस प्रकार दर्दनाक जो धुआं निकलती है और इस प्रकार जलने की अवस्था होती है। ഒരു ദിവസം ആ ചീനച്ചട്ടി അമ്മച്ചിയോട് ഒരു ചോദ്യം ചോദിച്ചു. एक दिन उस कढ़ाई ने माताजी से इस प्रकार एक सवाल पूछा। അമ്മച്ചി, എന്നെ മാത്രം എന്താ ഇങ്ങനെ എല്ലാ ദിവസവും ഇട്ട് ചൂടാക്കുന്നു, എണ്ണയിട്ട് തിളപ്പിക്കുന്നു, മസാല ഇടുന്നു, കടുക് പൊട്ടിക്കുന്നു, എന്നെ മാത്രം എന്നാ ഇത്രയും വേദനിപ്പിക്കുന്നേ?
हे माता जी, इस प्रकार मुझे क्यों आप इतना रोज दर्द देते हो, मुझे आग लगाते हो और उसके ऊपर तेल डालते हो, फिर राई डालते हैं, मसाला डालते हैं, इस प्रकार की अवस्था क्यों मुझे ही देते हो? വേറെ എത്രമാത്രം പാത്രങ്ങളുണ്ട് ഇവിടെ, അതിനെയൊന്നും ഇങ്ങനെ ചെയ്യാറില്ലല്ലോ. और कितने बर्तन यहाँ है, आप उस प्रकार उनसे व्यवहार नहीं करते हो. നോക്കിക്കേ, ബാത്റൂമിലാണെങ്കിൽ പ്ലാസ്റ്റിക് ബക്കറ്റ് ഉണ്ട്, മറ്റ് മൺപാത്രങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഒരു അമ്മച്ചിക്ക് എത്രയും ഉപദ്രവിക്കത്തില്ല. എന്നെ മാത്രം എണ്ണയിട്ട് തിളപ്പിക്കുന്നു, മസാല ഇടുന്നു, കടുക് പൊട്ടിക്കുന്നു. എന്തൊരു ദോഷമായത്. और देखिए बाथरूम में और बकेट है, प्लास्टिक के बकेट है, एल्यूमिनियम के बर्तन है, इस प्रकार के अनेक अन्य बर्तन होने के बावजूद मेरे अंदर खाली इस प्रकार माता जी आग लगाती है, तेल डालती है और राई डालता है, मसाला डालता है, इस प्रकार तकलीफ देता है. നമ്മളിൽ പലരും ചോദിക്കുന്ന ചോദ്യമല്ലേ ഇത്. हमारे में से अनेक जन इस प्रकार अक्सर सवाल इस प्रकार करते हैं, എനിക്ക് മാത്രം എന്നാ ഇത്രയും പ്രശ്നം. क्यों मैं केवल मुझे क्यों इस प्रकार की समस्याएं से गुजरना पड़ता है. മറ്റുള്ളവരെ നോക്കിക്കേ, അവർക്കൊന്നും ഇത്രയും പ്രശ്നങ്ങളില്ലല്ലോ, എനിക്ക് മാത്രം എന്നാ ഇത്രയും വേദന. औरों को देखिए, उनको इस प्रकार की कोई समस्या नहीं है, केवल मुझे क्यों इस प्रकार की समस्याओं से गुजरना पड़ता है. ഉടനെ അമ്മച്ചി ചീനച്ചട്ടിയോട് ഒരു മറുപടി പറഞ്ഞു, അതാണ് നിങ്ങളോടുള്ള മറുപടി. तुरंत माताजी ने उस कढ़ाई से एक उत्तर दिया, वो आपके सवाल का भी उत्तर है. അമ്മച്ചിയുടെ മറുപടി ഇതാണ്, ചീനച്ചട്ടി, ഞാൻ ചന്തയിൽ വന്ന് പല ചട്ടികൾ കണ്ടെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്നു. और माताजी ने इस प्रकार जवाब दिया कि हे कढ़ाई, मैं इस प्रकार बाजार में आकर अनेक बर्तनों को देखा, मगर तुझे देखा तो मुझे बहुत पसंद आया, इसलिए मोल देकर मैंने तुझे खरीदा है. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തേച്ച് കഴുകി എന്റെ കൈക്ക് ഇണങ്ങിയ പാത്രമാക്കി. और मैंने घर ले आया और इस प्रकार उसे साफ कर धोकर मेरे हाथ के अंदर बैठे इस प्रकार एक बर्तन के रूप में उसे बनाया. മറ്റു പാത്രങ്ങളെക്കാട്ടിലും ഏറ്റവും അധികം ഉപയോഗപ്പെടുന്ന പാത്രമാണ് നീ എന്ന് എന്റെ മനസ്സിലൊരു തോന്നലുണ്ടായി. अन्य बर्तनों से बढ़कर एकदम उपयोगी ठहरने वाला एक बर्तन तू है करके मेरे मन में एक विचार आया. ഈ വീട്ടിലുള്ളവരും വീട്ടിൽ വരുന്ന അതിഥികളായിട്ടുള്ളവരും നിന്റെ പാത്രത്തിനകത്തുണ്ടാക്കുന്ന സ്വാദു ഭക്ഷണം കഴിച്ച് തൃപ്തരാകാറുണ്ട്. मेरे घर में आने वाले मेहमान और घर में रहने वाले लोग सब तेरे अंदर तैयार होने वाले इस स्वादिष्ट भोजन को खाकर वे तृप्त होते हैं. ഈ തീ നിനക്ക് എന്തുമാത്രം തീ സഹിക്കാവുന്ന കാര്യം നിന്റെ ഉടമസ്ഥയായ എനിക്കറിയാം. और इस आग तू कितना सहन कर सकता है करके तेरा मालिक जो मैं हूं, मैं जानती हूं. നീ ഉരുകിപ്പോകത്തക്ക തീ ഞാൻ ഒരിക്കലും നിനക്ക് തരത്തില്ല. तू पिघल जाएगा इस प्रकार की आग मैं कभी भी तुझे दूंगा नहीं. നിന്റെ തീയുടെ പകുതി തീ ബാത്റൂമിലിരിക്കുന്ന പ്ലാസ്റ്റിക് ബക്കറ്റിൽ ഞാൻ കത്തിച്ചാൽ ആ പാത്രം പോലും പിന്നെ കാണത്തില്ല. तेरे अंदर में जितना आग डालता हूं उसका आधा भी अगर बाथरूम में रहने वाले प्लास्टिक बकेट को मैं दूंगा तो वो रहेगा नहीं, वो पिघल जाएगा. നിന്നെ വില കൊടുത്തു വാങ്ങിച്ച ഉടമസ്ഥയായ എനിക്കറിയാം നിനക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ടെന്നുള്ള കാര്യം. तुझे पैसा देकर खरीदा हुआ मालिक जो मैं हूं, मैं जानता हूं कि तेरा क्षमता कितना है. അതിനപ്പുറത്തേക്ക് ഞാൻ നിനക്ക് തീ തരത്തില്ല. उससे बढ़कर मैं तुझे आग नहीं दूंगा. പിന്നെ നിനക്ക് എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും വേദനിക്കുന്നതെന്ന് അറിയാമോ? फिर तुझे रोज क्यों इस प्रकार दर्द होता है करके आप जानते हो? നിന്നിലാണ് അനേകർക്ക് ഭക്ഷിച്ച് തൃപ്തി വരുവാനുള്ള ആഹാരം ഉണ്ടാക്കുന്നത്. तेरे अंदर अनेक लोगों को इस प्रकार ऐसे भोजन तैयार करता हूं जो अनेक लोग खाकर वो तृप्त हो जाते हैं. നീ കാരണം അനേകര് തൃപ്തി പ്രാപിക്കുന്നുണ്ട്, ആശ്വാസം പ്രാപിക്കുന്നുണ്ട്. तेरे वजह से अनेक जन तृप्त हो जाते हैं, वे शांति प्राप्त करते हैं. ഞാൻ നിന്നെ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്. मैं तुझे उपयोग करने वाला एक बर्तन है. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, मेरे बातों को सुनने वाले प्रिय अजीजों, കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ ചോര നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ച നമ്മുടെ ഉടമസ്ഥനുണ്ട് കേട്ടോ. यीशु मसीह ने जो अपने लहू को सलीब पर बहाया, वो हमें अपने लहू देकर मोल लिया है. നിനക്ക് എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും ഈ വേദന? और क्या आपके जिंदगी में ऐसा दर्द हर दिन है? നീ പോലും അറിയാതെ നിന്റെ ജീവിതം കൊണ്ട് അനേകർ ആശ്വാസം പ്രാപിക്കുന്നുണ്ട്. तो आपके जाने बगैर अनेक जन आपके जिंदगी के द्वारा शांति प्राप्त करते हैं. ദൈവം നിന്നെ അത്രമാത്രം സ്നേഹിക്കുകയും കൈക്കിണങ്ങിയ പാത്രമായി എല്ലാ ദിവസവും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. परमेश्वर आपको इतना आपसे गहरा प्रेम रखता है और अपने हाथों में उपयोग करने वाला एक बर्तन के रूप में आपको उपयोग करता है. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരിശോധന നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ.
നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരിശോധന നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരിശോധനയോടുകൂടെ അവൻ പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവമാണ്. तुम किसी ऐसे परीक्षा में नहीं पड़े जो मनुष्य के सहने से बाहर है, और परमेश्वर सच्चा है, वह तुम्हें सामर्थ्य से बाहर परीक्षा में ना पड़ने देगा, वरन परीक्षा के साथ निकास भी करेगा कि तुम सह सको। പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. हम आंखों को बंद करें, प्रार्थना करेंगे. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. हर एक प्रिय